പുതിയ ചോപ്പർ വാങ്ങിയിട്ട് ടെസ്റ്റിംഗ് ആട്ടി കാണണേ. പൊന്നുകുട്ടി വെളുപ്പിന് എണീറ്റിട്ടുണ്ടായിരുന്നേ. എന്തായാലും അപ്പത്തിന് മുട്ടക്കറി ഉണ്ടാക്കണം, ഇപ്പോൾ പൊന്നുകുട്ടി ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ സവാളയൊക്കെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞു കൊടുത്തു കേട്ടോ. പൊന്നുകുട്ടി അത് ചെയ്തപ്പോൾ സ്റ്റക്കായി പോയി. പിന്നെ അച്ഛൻ അത് കാണിച്ചൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മളിന്ന് റാഗിയുടെ അപ്പമാണ് ഉണ്ടാക്കണത്. എന്തായാലും മിക്സ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർ മൂന്നുപേരും കൂടെ പോയി മീനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മൂഴിക്കുളത്തുനിന്ന് ഫ്രഷ് മീനായിരുന്നു കേട്ടോ. പുഴയിൽ നിന്ന് പിടിച്ചിട്ട് അതിൽ ചിലതിനൊക്കെ ജീവനുണ്ടായിരുന്നു. അതിൽ ഒരു മഞ്ഞക്കുരീനെ എടുത്ത് വെള്ളത്തിലിട്ടു കേട്ടോ. ചെറുതായിട്ട് അത് മലന്നു തുടങ്ങി, എന്നാലും വെള്ളത്തിലിട്ട് വെച്ചേക്കാട്ടോ പൊന്നുകുട്ടിക്ക് വളർത്തണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മുട്ടക്കറിയൊക്കെ റെഡിയായി. അപ്പോൾ പൊന്നുകുട്ടി പറയണത് വെള്ളം ഇല്ലാത്തതുകൊണ്ട് അവൻ നീന്താത്തേന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛയും വാക്കുട്ടനും കൂടെ ഒരേ പരിപാടികൾ. രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരേ കളികളൊക്കെ ആട്ടോ. അച്ഛൻ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്ക് നല്ല സന്തോഷമാണ്. അങ്ങനെ പൊന്നുകുട്ടി ഇന്ന് ക്ലാസ്സിൽ പോകണില്ല, ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു കേട്ടോ 2 ദിവസമായിട്ട്. അപ്പം ഞാനൊരു പാരസെറ്റമോൾ കൊടുത്തു കേട്ടോ. പിന്നെ അപ്പമൊക്കെ കഴിക്കാൻ രണ്ടുപേർക്കും കൊടുത്തു. വാക്കുട്ടൻ സ്കൂളിൽ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛൻ എന്നെ കൊണ്ടുവന്നാക്കാൻ പോയി. അതിന് മുന്നേ തന്നെ വാക്കുട്ടൻ കഴിച്ച് കഴിഞ്ഞ് പ്ലേറ്റ് തന്നെ കാണിച്ചു തരുവാണേ. അങ്ങനെ ഞാൻ ഓഫീസിലെത്തി എൻ്റെ വർക്കും വരും. ജോലിക്ക് പോകണ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ലഞ്ച് ടൈം ആയപ്പോൾ ഊണൊക്കെ കഴിച്ചു. പിന്നെ സാറ് തണ്ണിമത്തം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പീസ് എടുത്ത് വൈകിട്ടത്തെ ചായയും കഴിച്ചു. അങ്ങനെ പഞ്ച് ചെയ്ത് തിരിച്ച് ഞാൻ വീട്ടിലെത്തി കേട്ടോ. അച്ഛൻ ഉച്ചയ്ക്ക് ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് എനിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്ന വഴി ഞാനതൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ മീൻ വാങ്ങിയത് ഉണ്ടാക്കാതെയായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തണുപ്പൊക്കെ മാറി കഴിഞ്ഞപ്പോൾ വേഗം പോയി അതൊക്കെ നന്നാക്കി എടുത്തു. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നന്നാക്കി എടുത്ത് പൊന്നുകുട്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചത് ഒന്നുകൂടി ബേസിലിട്ട് വെച്ചു കേട്ടോ. മീൻ ചത്ത് പോണൊരവസ്ഥയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീനൊക്കെ നന്നാക്കി എടുത്ത് കഴിഞ്ഞ് അത് വറക്കാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് പൊഴുമേനായതുകൊണ്ട് ഇങ്ങനെ വറുത്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ അതിനുള്ള ഗ്രേവി അരച്ചെടുത്ത് മീൻ പെരട്ടിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ഉള്ളയിൽ ചെറുതരം നോക്കി വറക്കാനെടുത്തു. 5-6 എണ്ണം വലുതുണ്ടായിരുന്നു കേട്ടോ. അത് ചെറുതായിട്ട് പാലൊക്കെ പിഴിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ച് അതും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പാല് പിഴിഞ്ഞ് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല, എന്തായാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൊടികളൊക്കെ ചേർത്തിട്ട് മീൻകറി എന്തായാലും അടുപ്പത്തേക്ക് വെച്ചു. മീൻ വറക്കാനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു വശം മുഴുവൻ മുരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർത്ത് മീഷോന്ന് ഓർഡർ ചെയ്ത എൻ്റെ ഒരു ടോപ്പും ബോട്ടോ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തുറന്നു നോക്കാണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. മീൻകറിയൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായി. അധികം ഞാൻ മീഷോന്ന് അങ്ങനെ ഓർഡർ ചെയ്തിട്ടൊന്നുമില്ല ഡ്രസ്സെങ്കിലും ഇതെനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ബോട്ടത്തിന് ഇത്തിരി ഇറക്കം കൂടുതലാണല്ലോ, എനിക്ക് ഇത്തിരി പൊക്കം കുറവായതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ മീൻകറി പാലൊക്കെ ഒഴിച്ച് മീൻകറി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ വറുത്തതും ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം തന്നെ ചോറൊന്ന് ചൂടാവാൻ വേണ്ടി വെച്ചു. ഓടിപ്പോയി ഞാൻ കുളിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചോറും ചൂടായി. അങ്ങനെ ചൂടും ചോറും മീൻകറി മീൻ വറുത്തൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഊണ് കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കണ്ട.